രാജീവ് മാധ്യമങ്ങളെ ഇതെല്ലാം പെൺകുട്ടികൾ പ്രവർത്തിക്കേണ്ട പ്രസ്ഥാനമാണ്, ഇങ്ങനെ ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞതായിട്ട് പറയുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ട് എല്ലാ സംരക്ഷണവും നൽകുക മാത്രമല്ല, ചേർത്ത് പിടിച്ച് പുതിയ പുതിയ പദവികൾ നൽകി ഈ അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഒരു പാർട്ടിയും ചെയ്യാത്ത രൂപത്തിലുള്ള അംഗീകാരവും ചേർത്ത് പിടിക്കലുമാണ് കോൺഗ്രസ് നേതൃത്വം ഇതേവരെ ചെയ്തത്. അതാണ് ഈ രൂപത്തിൽ പെൺകുട്ടികൾ ദുരിതം അനുഭവിക്കേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടാണ്. അപ്പോൾ അത് അങ്ങ് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ ജനങ്ങളാകെ മറന്നു പോകുമെന്ന് കരുതിയിട്ടായിരിക്കും. അതെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അല്ല, ഞാനപ്പോൾ അതിനെ സംബന്ധിച്ച് ഇന്ന ആളെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഇവിടെ നിന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിരുന്നു, കോൺഗ്രസ് നേതൃത്വത്തിനോട് പറഞ്ഞിരുന്നു എന്നെല്ലാം കോൺഗ്രസിനകത്ത് തന്നെയുള്ള ആളുകളാണല്ലോ പറയുന്നത്. അവർ ഒരു നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല, അവർ ചെയ്തത് എല്ലാ പ്രോത്സാഹനവും നൽകി, പുതിയ പദവികൾ നൽകി, ഇവിടെ നിന്ന് അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചു, എല്ലാ പ്രോത്സാഹനവും നൽകി ഈ അവസ്ഥയിലേക്ക് എത്തിച്ചു. അപ്പോൾ കോൺഗ്രസ് ആണ് ഈ രൂപം സൃഷ്ടിച്ചത്. എന്നിട്ടാണ് ഇപ്പോൾ ഞങ്ങളെന്തോ ധീരമായി മറ്റൊരു പാർട്ടി ഇല്ലാത്ത നടപടി സ്വീകരിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്നത്. ആ നടപടിയാണെങ്കിൽ ഇപ്പോൾ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റോടുകൂടി 2 നിയമസഭാംഗങ്ങളെ കൂടി അവർ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. അത് ആ അഭിമാനത്തോടുകൂടി പറയുന്ന അതേ രീതിയാണെങ്കിൽ 2 പേരെ കൂടി പുറത്താക്കണമല്ലോ. ഇത് ഒരു ഗത്യന്തരം ഇല്ലാതെ നിലം തൊടാതെ കോൺഗ്രസ് നേതൃത്വം നിൽക്കേണ്ടി വരുന്ന ഒരു പ്രത്യേക അവസ്ഥ എത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നിർബന്ധിതമായതാണ്. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് അന്വേഷണമുണ്ട്, കോടതി ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്, അറസ്റ്റ് ചെയ്യാനായിട്ട് തടസ്സമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മന്ത്രി പി രാജീവിന്റെ പ്രതികരണമാണ്. ഈ പരാതികളെ പറ്റി ഒക്കെ അറിയാതെയാണോ കോൺഗ്രസ്സുകാർ ഇത്രയും നാൾ ഇരുന്നത്, നേതാക്കൾ ഇത്രയും നാൾ ഇരുന്നതെന്നാണ് ചോദിക്കുന്നത്. ആ പരാതികളൊക്കെ അറിഞ്ഞിരുന്നു, അതിന് പ്രോത്സാഹനം നൽകിയോ എന്ന് പോലും സംശയമുണ്ടെന്നാണ് മന്ത്രി പി രാജീവിന്റെ ഒരു രാഷ്ട്രീയ വിമർശനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.